ഹായ്, എല്ലാവർക്കും സൈന്യത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അപേക്ഷിക്കുന്ന ഒരു പോസ്റ്റും കൂടിയാണ് നമുക്ക് യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെ, ഇന്ന് നമ്മളൊരു പുതിയൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. യൂണിഫോം പോസ്റ്റിന്റെ പ്രായപരിധി കൂട്ടിക്കൊണ്ട് PSCയുടെ വിജ്ഞാപനം പുറത്തിറങ്ങാൻ പോവുകയാണ്. അല്ലെ, നമുക്കറിയാം ജനറൽ കാറ്റഗറിക്ക് യൂണിഫോം പോസ്റ്റിന് നമുക്ക് 18 മുതൽ 26 വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത്. പക്ഷെ ഇനി മുതൽ നമുക്ക് വരുന്ന ഒരു പ്രായപരിധി എന്ന് പറയുന്നത്, നോക്കൂ, ജനറൽ പോസ്റ്റിന് 18 മുതൽ 26 വരെ ഉണ്ടായിരുന്ന ജനറൽ പോസ്റ്റ് കാറ്റഗറിക്ക് ഇനി 4 വർഷത്തെ വർധന വന്നിരുന്നു, ബാധകമായിട്ട് വന്നിരിക്കുന്നു. ഈ 4 വർഷം കൂടുന്നതുകൂടി ഇതാ നോക്കൂ, നമുക്ക് ഇനി 18 മുതൽ 30 വരെ എന്ത് ചെയ്യാം, അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ യൂണിഫോം പോസ്റ്റിന് കഴിഞ്ഞ യൂണിഫോം പോസ്റ്റിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രധാനപ്പെട്ടമായിട്ടും നിയമനങ്ങൾ കുറവായിരുന്നു. അല്ലെ, നമുക്ക് ചെറിയ നിസ്സാര മാർക്കിന് പലരും സമരം ചെയ്തൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിസ്സാര മാർക്കിനൊക്കെ യൂണിഫോം പോസ്റ്റിൽ നിന്ന് എന്തു പുറത്താക്കപ്പെട്ടു. നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സുവർണ അവസരം കൂടിയാണ്. അല്ലെ, 18 മുതൽ 30 വരെ ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാം. പോരാഞ്ഞിട്ട് SC വിഭാഗക്കാർക്ക് നോക്കൂ 18 മുതൽ 35 വരെ എന്നുള്ളത് പ്രായപരിധി വീണ്ടും കൂട്ടിയിരിക്കുന്നു. 18 മുതൽ 35 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അല്ലെ, അപ്പൊ യൂണിഫോം പോസ്റ്റ് ഇത് പോരാഞ്ഞിട്ട് ഫിസിക്കൽ കൂടിയുണ്ട്. പ്രായപരിധി അത്രയും നമ്മൾ നോക്കിയിരുന്നാലും നമ്മൾ ഫിസിക്കൽ കൂടി നമ്മൾ ഇതിനകത്ത് നോക്കണം. പക്ഷെ എഴുതിയെടുക്കാവുന്ന ഒരു എക്സാം കൂടിയാണ് PSCയുടെ യൂണിഫോം പോസ്റ്റിൽ എന്ന് പറയുന്ന ഒരു എക്സാം. അതുമായി ബന്ധപ്പെട്ട് സൈലന്റ് PSC നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ചുകൾ വീണ്ടും നമ്മൾ ആരംഭിക്കാൻ പോകുന്നു. നമ്മുടെ ബാച്ചുകൾ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെടാം. അതിൽ നമ്മൾ ആദ്യം പോകുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ, അല്ലെ, ഫയർഫോഴ്സ്. പോലീസിനെ പോലെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് എന്ന് പറയുന്ന ഫയർഫോഴ്സ് ആണ്. അല്ലെ, ഇപ്പൊ നമുക്ക് വിമൻസിനും മെൻസിനും എഴുതാവുന്നതാണ്. അല്ലെ, ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏപ്രിൽ മാസം 6-ാം തീയതി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏപ്രിൽ മാസം 6-ാം തീയതി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത, നമ്മൾ കൂടുതലും ഇതിനകത്ത് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെയായിരിക്കും ഇതിൽ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഫയർ ആൻഡ് റെസ്ക്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നോക്കിക്കോ, നമ്മൾ CPO, വുമൻ CPO നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ബാച്ചുകളാണ്. അത് ഏപ്രിൽ മാസം 10-ാം തീയതി. ഇത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് തന്നെയായിരിക്കും. അതോടൊപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ബാച്ച് എന്ന് പറയുന്നത് മാർച്ച് മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ. അല്ലെ, സിവിൽ എക്സൈസ് ഓഫീസറും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മാർച്ച് മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പ്രായപരിധി കൂടി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതോടൊപ്പം നമുക്ക് ബാച്ചുകൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, നമുക്ക് എക്സാം എഴുതിയെടുക്കാവുന്നതാണ്. ഇതിൽ പരം ഓഫർ നമുക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. അപ്പൊ എത്ര വേഗം എന്ത് ചെയ്യുക, ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.